Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 40Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 40Kയിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ 40Kയിലേക്ക് പ്രൈസ് ഇറങ്ങി വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. 40Kയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴെയുള്ള ആ ഒരു പാരലൽ ചാനലിൻ്റെ ആ ഒരു താഴെയുള്ള ട്രെൻഡ് ലൈനിലേക്ക് പ്രൈസ് പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 50K എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് ഈ ഒരു മാസം തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ ഈ ലൈൻ വരച്ചിട്ടുള്ള പോലെ തന്നെ ഒരു സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് പ്രൈസ് പമ്പ് ആയിക്കൊണ്ട് ആ ഒരു 50Kയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. അതിനിടയിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഈ ഒരു 47K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിലേക്ക് എത്തുന്ന വരെയുള്ള ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളും പ്രൈസ് ഒന്ന് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും പ്രൈസ് 50K എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു ടാർഗറ്റിലേക്ക് എത്താം. ഇപ്പോൾ നിങ്ങളൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ചാടി കയറിയിട്ട് ഈ ഒരു സപ്പോർട്ട് ലൈനിലാണ് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓടിപ്പോയിട്ടൊരു ലോങ് പൊസിഷൻ എടുക്കാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. പ്രൈസ് ഈ ഒരു 40K എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ക്യാൻഡിൽ ഈ ഒരു 40Kനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ലോങ് പൊസിഷൻസ് നോക്കുന്നുള്ളൂ. ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സപ്പോർട്ട് ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു റിജക്ഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ അവിടെ കയറി വരണം. കൃത്യമായിട്ടുള്ള ഒരു റിജക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടണം. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുക്കാം. ഇവിടെ മുതലുള്ള കുറച്ച് ദിവസങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മാർച്ച് 29 മുതലുള്ള ദിവസങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സെല്ലേഴ്സാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ബൈയിങ് വോളിയം വളരെ കുറവാണ്, ബൈയിങ് മൊമെൻറ്റം വളരെ കുറവാണ്. ബൈയേഴ്സിന് ഇവിടെ യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കിവിടെ കൃത്യമായിട്ട് ഈ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് വേറെ വലിയ രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള അനാലിസിസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ക്യാൻഡിൽസിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റെഡ് ക്യാൻഡിൽസ് എല്ലാം തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗ്രീൻ ക്യാൻഡിൽസ് വളരെ വീക്ക് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. അതിൽ നിന്ന് തന്നെ നമുക്കിവിടെ സെല്ലേഴ്സാണ് ആധിപത്യം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈയേഴ്സിന് ഇവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ഒരു 40K എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബൈയേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ബയ്യേഴ്സ് ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇത്രത്തോളം ഒരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്ന സമയത്ത് ബയ്യേഴ്സ് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 50Kയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു മാസം തന്നെ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു ബയ്യിങ് പ്രഷർ അവിടെ കയറി വരണം. ബയ്യേഴ്സ് കൂടുതലായിട്ട് ഇവിടെ കയറി വരണം. നമുക്കിവിടെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് പറ്റും. ഒരു എവറേജ് വോളിയം പോലും ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മാർച്ച് 29 മുതൽ ഇന്ന് മാർച്ച് 12 വരെയുള്ള ഈ ഒരു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ബയ്യിങ് വോളിയം വളരെ കുറവാണ്. നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും. ഒരു ആവറേജ് ബയ്യിങ് വോളിയം പോലും ഇവിടെ കയറി വരുന്നില്ല. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ സെല്ലേഴ്സ് ആണ് ഇപ്പോൾ കൺട്രോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ബയ്യേഴ്സിന് ഒന്നും തന്നെ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയാണ്. നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി തന്നെ ഈ ആഴ്ചയുടെ കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 റെഡ് ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു 5 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട്. ഈ ഒരു 5 ദിവസത്തിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെയൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് മുകളിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സംഭവിച്ച പോലെ ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ആഴ്ച വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരാഴ്ചയാണ്. ഈ ഒരാഴ്ചയിൽ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരാഴ്ച ബുള്ളിഷ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെയായിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വളരെ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 37K എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് പ്രൈസ് ഫോളോ ചെയ്യാതെ ഈ ഒരു 37Kയിലേക്ക് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് കയറാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 37Kയുടെയും ഈ 40Kയുടെയും ഇടയിൽ പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. മാർക്കറ്റ് എല്ലായ്പ്പോഴും ട്രെൻഡിങ് ആയിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഏറ്റവും കൂടുതൽ സമയം മാർക്കറ്റ് ഈ രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ട്രെൻഡിലായിരിക്കും മാർക്കറ്റ് പോകുന്നുണ്ടായിരിക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ മാർക്കറ്റ് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ച ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലോങ് പൊസിഷൻ എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാടിക്കയറി ഷോർട്ട് പൊസിഷൻസും എടുക്കാനായിട്ട് ഇപ്പോൾ നിൽക്കേണ്ട. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പോഴും നമുക്കൊരു കൺഫർമേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ട് സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.